നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായ നേട്ടങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ ലഗ്നാധിപതിക്ക് നീചാവസ്ഥയുള്ളത് കാരണമുണ്ടും നിവർത്തി സ്ഥാനാധിപതി 10ാം ഭാവത്തിൽ മകരൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സ്ഥാനചലനം പോലുള്ള കാര്യങ്ങൾ, തൊഴിൽ അഭിവൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. 2ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. എങ്കിൽ പോലും 12ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമായത് കാരണം അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളൊക്കെ അകന്നു പോകാൻ ഇടവരാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ്. അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് മാനസികമായിട്ട് ശത്രുത തോന്നാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. ശത്രുസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, അതേപോലെ തന്നെ കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ശത്രുദോഷ പരിഹാരം ചെയ്യുകയും ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുക, ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ. അതുപോലെ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിച്ച് കഴിയുകയും ശത്രുദോഷം പരിഹരിക്കുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദേഷ്യം കൂടാനായിട്ടും എടുത്തേട്ടം കൂടാനായിട്ടും സാധ്യതയുണ്ട്. എന്നാൽ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനും ഒരു സ്ഥാനചലനത്തോടു കൂടിയിട്ട് അനുകൂലമായിരിക്കുന്ന അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകാനും യോഗമുള്ള സമയം കൂടിയാണ്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതി നിൽക്കുന്ന ഭാഗ്യസ്ഥാനത്തായത് കാരണം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയാൽ അത് നല്ല ഭാഗ്യവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ഉണ്ടാക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. നല്ല ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിസ്തൃത ഗുണ എന്ന് പറയുന്ന ഒരു യോഗമുള്ളത് കാരണം കൊണ്ട് കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടാനും യോഗമുള്ള സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം, കീർത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും ശുക്രനെ ചൊവ്വ ലഗ്നാധിപതി ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. ചൊവ്വയ്ക്ക് നീചാവസ്ഥയുണ്ട്. അതുകൊണ്ടൊക്കെ പുതിയ പ്രേമബന്ധങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും അതുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം മേൽപ്പറയപ്പെട്ട രീതിയിലുള്ള ദോഷങ്ങളും അതുകൊണ്ട് മാനസിക ടെൻഷനൊക്കെ വരാതെ ഇരിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ രാഹുപൂജ ചെയ്യുന്നത് നല്ലതാണ്. 12ലെ രാഹു അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, അല്ലെങ്കിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥന ഈ മാസത്തിൽ നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഭരണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.